ഹായ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പലരോടും കമൻസിലൂടെയും അല്ലാതെയും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലർക്കും സെൽഫ് കോൺഫിഡൻസ് വളരെ കുറവാണ്. എന്നെക്കൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഞാനിപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണോ? എങ്ങനെയാണ് ഈ പേപ്പർ ഞാൻ ക്രാക്ക് ചെയ്യുക? എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ സ്കൂൾ തൊട്ട് ഡിഗ്രി വരെ പഠിച്ചിട്ട് പോലും എനിക്കിതിലൊരു ചോദ്യം പോലും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഡൗട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ സെഷനിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു UPSC ബാക്ക്ഗ്രൗണ്ട് ഒട്ടുമില്ലാത്ത ഒരാൾക്ക് പോലും എങ്ങനെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഈ സെഷനിൽ നമ്മൾ ഇന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് 30 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇതിൽ നിങ്ങൾക്ക് ഒട്ടും ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട, ആകെപ്പാട് കുറച്ച് ഒരു കോമൺ നോളജ് മാത്രമാണ്. 2024 പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ പേപ്പറിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 87-88 മാർക്സ് ആണ് ജനറൽ കാറ്റഗറിക്ക്. സോ 30 മാർക്സ് കിട്ടുന്ന അത്രോളം ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പകുതിയോളം ചോദ്യങ്ങൾ എത്തി, അല്ലെങ്കിൽ മാർക്സ് എത്തി. So let's not waste our time. I'm Vinayak, you're watching UPSC Vault, and let's get started. First question നോക്കുക. How many of the above are the products of volcanic eruption? ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യുകയാണെന്ന് ആലോചിക്കുക. അതിൽ നിന്ന് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്? ആഷ് ആൻഡ് ഡസ്റ്റ് വരും. പൈറോപ്ലാസ്റ്റിക് ഡെബ്രി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ലെങ്കിൽ പോലും ഡെബ്രീസ് എന്ന് പറയുന്നത് ഈ പൊടിയും പടലും സാധനങ്ങളൊക്കെ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതും വരും. നൈട്രജൻ കോമ്പൗണ്ട്സും സൾഫർ കോമ്പൗണ്ട്സും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുകയാണ്, അതിൽ തീ ഉണ്ടാകും, തീയുടെ കൂടെ പല ഗ്യാസസ് ട്രാപ്ഡ് ആയിട്ട് ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ സാധനങ്ങളും ഒക്കെ കൂടി പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് D ആണ്, all 4 ആണ്. ഈ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻസിനെ കാണുമ്പോൾ, ക്വസ്റ്റ്യൻ മാത്രമല്ല അതിൻ്റെ ഓപ്ഷൻസും കൂടി നമ്മൾ വായിച്ചു നോക്കണം. പ്രോപ്പർലി UPSCയുടെ പല ക്വസ്റ്റ്യൻസിലും അതിൻ്റെ ഓപ്ഷൻസിലാണ് ക്ലൂസ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റെയിൻഫോൾ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ വെതറിങ് ഓഫ് റോക്സ്. ഒരു റീസണാണ് റോക്സ് ഈ പറഞ്ഞതുപോലെ പൊടിയാവാൻ വേണ്ടിയിട്ട്, ഈ പൊടിയായിട്ട് കഷ്ണങ്ങളായി മാറാനുള്ള കാരണം, ഒരു കാരണമാണെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല റീഡിങ്ങിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ് ഇൻ സൊല്യൂഷൻ. കണ്ടെയ്ൻസ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് നമ്മളിത് പഠിച്ചിട്ടില്ല. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, റെയിൻ വാട്ടർ കണ്ടെയ്ൻസ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, വെള്ളം ഈ പറഞ്ഞ പോലെ ആകാശത്ത് നിന്ന് പെയ്യണമെങ്കിൽ ഒന്ന് ഇവാപ്പറേറ്റ് ആയി പോകണം, എന്നിട്ട് അവിടെ നിന്ന് ഇതാവണം, താഴേക്ക് വരണം. അപ്പോൾ ഈ വാട്ടർ മാത്രമായിട്ടല്ലല്ലോ പോകുന്നത്. ഈ ആസിഡ് റെയിൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ സംഭവിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പൊല്യൂട്ടൻസും സാധനങ്ങളൊക്കെ ഇവാപ്പറേഷനിലൂടെ പോയിട്ട് അല്ലേ ആസിഡ് റെയിൻ എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പം ആസിഡ് റെയിനിൽ പറഞ്ഞ പോലെ അത്ര കെമിക്കൽസ് വരാമെങ്കിൽ എന്തുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് വന്നുകൂടാ, എന്തുകൊണ്ട് ഓക്സിജൻ വന്നുകൂടാ? നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു ലോജിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കാരണം എന്തായാലും വെതറിങ് ഓഫ് റോക്സ് ആയിരിക്കും, റെയിൻ വാട്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിലെ ആൻസർ എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ഡസ് ദിസ് മേക്ക് സെൻസ് ടു യു? ഞാൻ ആൻസേഴ്സ് അറിയുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ലോജിക്ക് ശരിയാണോ എന്നും കൂടി ആലോചിച്ച് നോക്കുക. അങ്ങനെ ശരിയാണെങ്കിൽ നിങ്ങൾക്കും ഈ ലോജിക്കിലേക്ക് കുറച്ച് പ്രാക്ടീസിലൂടെയും കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയും വായിക്കുമ്പോൾ നിങ്ങൾക്കും എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം നോക്ക്. വിത്ത് റെഫറൻസ് ടു വാട്ടർ വേപ്പർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ഗ്യാസ് ദി എമൗണ്ട് ഓഫ് വിച്ച് ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് കുറയും തോറും ഗ്യാസ് ആണ് വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കുറയാണ്. അവിടെ ഇരിക്കട്ടെ. ഇറ്റ്സ് പെർസെൻറ്റേജ് ഇസ് മാക്സിമം അറ്റ് ദ പോൾസ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കി. വാട്ടർ വേപ്പർ എന്താണ്? വാട്ടർ വേപ്പർ വരണമെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നത്? സൂര്യൻ്റെ രശ്മികൾ വന്ന് ചൂട് കൊണ്ട് നീരാവിയായി പോകുന്നതാണല്ലോ. സോ പോൾസ് എന്ന് പറയുന്നത്, അതായത് ആ തലക്കും താഴെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ സൂര്യൻ എത്തുന്നുണ്ടോ? 6 മാസം എത്തും, 6 മാസം എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് പഠിക്കും, അത് പിന്നെയാണ്. പക്ഷെ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്ക്, അവിടെ അത്ര തണുപ്പുള്ളത് തന്നെ മഞ്ഞുരുകുന്നില്ല. മഞ്ഞുരുകാത്തൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്ര വാട്ടർ വേപ്പർ കണ്ടന്റ് വരാനുള്ള സാധ്യത? അല്ലെങ്കിൽ വാട്ടർ വേപ്പർ കണ്ടന്റ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് മാക്സിമം എന്ന് പറയുന്നത് പോൾസാണ്. അത് തെറ്റല്ലേ? ആ ഒരു തെറ്റാണ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നിടത്താണ് നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തായാലും 2 തെറ്റാണെന്നുള്ളത് ഓപ്ഷൻ ഇതാക്കും. അപ്പം നമ്മൾ ആ 2 കഴിയുമ്പോൾ 50-50 നമ്മൾ എത്തിക്കഴിയും. ഇനി അടുത്ത ഗ്യാസ് ഈ പറഞ്ഞ പോലെ ഓൾട്ടിറ്റ്യൂഡ് കൂടുകയും കുറയുകയാണോ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് നിങ്ങൾ കുറച്ചും കൂടി പഠിക്കുമ്പോഴാണ്, ഈ ഇതിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് ആലോചിക്കുക. എന്നാൽ പോലും ഇപ്പോൾ കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് സിംപ്ലി ആലോചിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് എലിമിനേഷൻ എത്തേണ്ടത്. നിങ്ങൾ ലോജിക്കലി കുറച്ച് സമയമെടുത്ത് ആലോചിച്ച് വേണം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഈ പെർഫ്ലൂറോ ആൽക്കലൈൻ, ഈ സബ്സ്റ്റൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ മെനി കൺസ്യൂമർ പ്രൊഡക്ട്സ്.
അപ്പോൾ കൺസ്യൂമർ പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ കൺസ്യൂമർ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പം നമുക്ക് ഊഹിച്ചെടുക്കാം ഇതൊരു പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഈ തന്നിരിക്കുന്ന 1, 2, 3 ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഈ സബ്സ്റ്റൻസ് അറിയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടുമെന്ന് പറയാൻ കാരണം ഇതാ, ആർ ഫൗണ്ട് ഇൻ എ വൈഡ് സ്പ്രെഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽസ്. സോ പ്ലാസ്റ്റിക് ആണല്ലോ ഈ സാധനം കണ്ടുവരുന്നത്. ആർ നോട്ട് ഈസിലി ഡീഗ്രേഡബിൾ. എഗൈൻ പ്ലാസ്റ്റിക്കിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പെർസിസ്റ്റന്റ് എക്സ്പോഷർ ക്യാൻ ലീഡ് ടു ബയോ അക്യുമുലേഷൻ ഇൻ ആനിമൽ ബോഡീസ്. നമ്മൾ എക്കോളജി പഠിക്കുമ്പോഴാണ് ബയോ അക്യുമുലേഷൻ എന്താണെന്ന് പഠിക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ പലതവണ പലരും നമ്മുടെ അമ്മമാരും ഈ പറഞ്ഞ പോലെ കാരണന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ എത്തുമ്പോഴും നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ആൻസർ ഡി ആണെന്നുള്ളതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഓവർ തിങ്ക് ചെയ്യേണ്ട, ഞാനിത് പഠിച്ചിട്ടുണ്ടോ, ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ടോ ഒന്നും ആലോചിക്കേണ്ട, സുഖമായിട്ട് ഈ ആൻസറിൽ എത്തിപ്പെടാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഈ പറഞ്ഞ പോലെ സിക്കാഡ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഈ ഫ്രോഗ് ഹോപ്പർ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പോണ്ട് സ്കേറ്റർ എന്നുള്ള സാധനം കണ്ടോ? നമ്മൾ ഈ കിണറിലും അതുപോലെ തന്നെ കുളത്തിലും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ ഒരു എട്ടുകാലി പോലത്തെ ഒരു സാധനം എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഡാൻസ് കളിച്ച് പോകുന്ന കണ്ടിട്ടുണ്ടാകും. ആ സാധനം ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതിൽ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? ബേർഡ്, എന്തായാലും പക്ഷിയല്ല. ഫിഷ്, ആലോചിച്ച് നോക്ക്, ഫിഷ് ആണോ? പോണ്ട് സ്കേറ്റർ എന്നാണ് പറയുന്നത്. സ്കേറ്റിംഗ് എന്താ? പറഞ്ഞത് സ്ലൈഡ് ചെയ്ത് പോകുന്ന പരിപാടിയാണല്ലോ സ്കേറ്റിംഗ്. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻസെക്റ്റ് ആണ്. സോ നമുക്കറിയുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യൻസിലെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മലയാളം വാക്കുകൾ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയ പോലെ തോന്നാം, അല്ലെങ്കിൽ മലയാളം ഒറിജിൻ ഉള്ള പോലെ തോന്നാം. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ മലയാളത്തിലേക്ക് മാറ്റി ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. മിനി ചൂയിങ് ഗംസ് ഫൗണ്ട് ഇൻ ദ മാർക്കറ്റ് ആർ കൺസിഡേർഡ് എ സോഴ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ ഒരു സോഴ്സ് ആണെന്നാണ് പറയുന്നത്. ആണോ അല്ലയോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളോട് ഈ പലരും ഈ പറയുന്നുണ്ട് ചൂയിങ്ങം വെറുതെ തുപ്പിക്കളയരുത്. അത് ഒന്ന് പക്ഷികൾ കഴിക്കും, മൃഗങ്ങൾ കഴിക്കും, അവർക്കിത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവർക്ക് തൊണ്ടയിൽ കൊടുക്കും എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്ക്. മിനി ചൂയിങ് ഗംസ് കണ്ടെയ്ൻ പ്ലാസ്റ്റിക് ആസ് എ ഗം ബേസ്. ചൂയിങ്ങത്തിൽ പ്ലാസ്റ്റിക് ആണ് അതിൻ്റെ ബേസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കഴിക്കുന്നതല്ലേ, അപ്പം പ്ലാസ്റ്റിക് ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് വരും. പക്ഷേ ഇപ്പം പല സാധനങ്ങളും പ്ലാസ്റ്റിക്കിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു സാധനം നമ്മൾ ആലോചിക്കാം. ഇനി പ്ലാസ്റ്റിക് ആയതുകൊണ്ടാവാമല്ലോ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈസിലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെയും ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ് ആൻഡ് 2 എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റ് 1. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഡൗട്ട് വരാം, ആണോ നമ്മൾ ചുയിങ്കം കഴിക്കുന്നതല്ലേ, ചവക്കുന്നതല്ലേ, പ്ലാസ്റ്റിക് വരത്തില്ലല്ലോ. ചിലതിൽ വരില്ല, പലതിലും ചിലപ്പം ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആയതിൽ വരില്ല. പക്ഷേ വളരെ ചീപ്പറായിട്ടുള്ള ചുയിങ്ഗംസിലൊക്കെ വേണമെങ്കിൽ വന്നു കൂടാന്നില്ലല്ലോ. അതും മെനി ചുയിങ്ഗംസ് എന്നാണ് പറയുന്നത്, ഓളൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ മെനിക്ക് പകരം സം എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിത് എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പല വേർഡ്സും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ക്ലൂ ആയിട്ട് മാറും. മെനി, സം, ഓൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതും നമുക്ക് ഓരോ വീഡിയോസിലൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി ഓഫ് ദി എബോവ് ആർ കൺസിഡേർഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സസ്? ഏതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്? പല സ്ഥലങ്ങളിലേക്കും മാറ്റി വെച്ച് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടുന്ന എനർജി റിസോഴ്സ് ഏതാണ്? ബാറ്ററി ആയിരിക്കണമല്ലോ, കാരണം അതിലെ എനർജി നമുക്ക് എല്ലായിടത്തും എത്തിക്കാം. ഈ ബയോമാസ് ജനറേറ്റർ, ബയോമാസ് എന്ന് പറയുന്നത് എന്താ? വേസ്റ്റ് ആണ്. അത് പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് വേസ്റ്റുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും. ഫ്യുവൽ സെൽ എന്താ? നമുക്ക് പ്രോപ്പർലി അറിഞ്ഞൂടാ, എന്നാൽ പോലും ഒരു എനർജിയുടെ സോഴ്സ് ആണെന്ന് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാം. പിന്നെ റൂഫ് ടോപ്പ് സോളാർ വോൾട്ടിക് യൂണിറ്റ്സ്, അതിൽ പറഞ്ഞ പോലെ നമ്മുടെ സോളാർ, അതും പലയിടത്തും എനർജി ഇതാക്കാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് പലയിടത്തും വെക്കാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ ആൻസർ ഡി ആണ്. ഇത് നമുക്ക് സുഖമായിട്ട് കണ്ടില്ലേ, ഈ വാക്കുകൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഈ ആലോചിച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഈ ഇത്രയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ UPSC ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ജനറൽ നോളജോ അല്ലെങ്കിൽ പേപ്പറോ വായിക്കേണ്ട ആവശ്യം വന്നോ? ഇല്ലല്ലോ. സോ ഇതാണ് ഞാൻ പറയുന്നത്, നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നിരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും UPSC പേപ്പറിൽ നിന്ന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി ഓഫ് ദി എബോവ് ഹാവ് പോയ്സണസ് സ്പീഷീസ് എമംഗ് ദം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ രണ്ട് രീതിയിൽ ചോദ്യത്തിന് അറ്റംപ്റ്റ് ചെയ്യാം. ഒന്ന്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇപ്പോൾ പോലും പല സമയങ്ങളിലും ന്യൂസുകളിലേക്ക് കേൾക്കാറുണ്ട്, പുതിയൊരു ബട്ടർഫ്ലൈ സ്പീഷീസിനെ കണ്ടുപിടിച്ചു, പുതിയൊരു ഫ്രോഗ് സ്പീഷീസിനെ കണ്ടുപിടിച്ചു. വെസ്റ്റേൺ ഗട്ട്സിലൊക്കെ ഇപ്പോഴും കണ്ടുപിടിക്കാത്തതായിട്ടുള്ള പല മീനുകളും ഇൻസെക്ട്സും സാധനങ്ങളും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇത് നമുക്ക് ആലോചിച്ചാൽ മതി. ഹൗ മെനി ഓഫ് ദി എബോവ് പോയ്സണസ് സ്പീഷീസ് എമംഗ് ദം, ഇതിൽ ഏതിനൊക്കെ ഉണ്ടാകാം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ബട്ടർഫ്ലൈയിൽ എന്ത് ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം, നമ്മൾ കണ്ടുപിടിച്ചില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. ഫിഷിൽ ഉണ്ടാകാം, ഫ്രോക്സിൽ ഉണ്ടായിക്കൂടെ? ഉണ്ടാകാം. ഇങ്ങനെ ആലോചിക്കാം. ഇങ്ങനെ ആലോചിച്ച് നമുക്ക് ഓൾ 3 എന്ന് കൊടുക്കാം. ഈ ഒരു ചോദ്യം കണ്ടോ, ഇതിൽ ഹൗ മെനി ഓഫ് ദി എബോവ് ട്രീസ് ആർ ആക്ച്വലി നേറ്റീവ് ടു ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇതിൽ കാഷ്യൂ, പപ്പായ, റെഡ് സാൻഡേഴ്സ് എന്ന് പറയുന്ന രക്തചന്ദനം അല്ലെങ്കിൽ ചന്ദനമാണ്. ചന്ദനം നമുക്കറിയാം, എന്തായാലും നമ്മൾ ഈ കാരണവന്മാർ കുറേ കാലങ്ങളായിട്ട് എന്തൊക്കെയോ ചന്ദനത്തിൽ ചെയ്തിട്ടുണ്ട്. സോ ചന്ദനം ഇവിടുത്തെയാണെന്ന് ഉറപ്പിക്കാം. കാഷ്യൂം പപ്പായയും ഇവിടുത്തെ ആണോ? ഈ ചോദ്യവും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഹിസ്റ്ററിയിൽ ഫസ്റ്റ് യൂറോപ്യൻ ഇൻവേഷൻ പറയുമ്പോൾ പോർച്ചുഗീസ് വന്നെന്ന് പറയുന്ന സാധനങ്ങൾ അതൊക്കെ. പോർച്ചുഗീസ് കൊണ്ടുവന്ന പല ഈ പറഞ്ഞ പോലെ ക്രോപ്സ് നമ്മൾ ഈ പഠിക്കും. അപ്പം അതിൽ 1-2 സാധനങ്ങളായിരുന്നു. അപ്പം ഇതൊക്കെ അത്രക്കും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഏറ്റവും ഓപ്ഷനായിട്ട് നമുക്ക് റെഡ് സാൻഡേഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ഓൺലി വണ്ണിലേക്ക് കുത്താൻ വേണ്ടി പറ്റും. ഈ 2 ഇല്ല എന്നും കൂടി അറിയുമ്പോഴേക്കും തീരെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്കും ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണെന്ന് പറയുമ്പോൾ പോലും ചില ഈ പറഞ്ഞ പോലെ നമ്മളെന്തായാലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിതൊരു ബൂസ്റ്ററായിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ അയ്യോ ഞാനിപ്പോൾ പഠിക്കാതെ എനിക്കിത് അറിയില്ലല്ലോ, അപ്പം നീ എങ്ങനെ അറിഞ്ഞക്കളയാ എന്ന് വിചാരിച്ചു പോകരുത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് വായിക്കുമ്പോൾ വരുന്ന ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ, അതിൽ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നോക്കാം, റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റേഴ്സ്. റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ റേഡിയേഷൻ ആയിട്ടുള്ള സാധനമാണ്. സോ ഈ പറഞ്ഞ പോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ എനർജിയാണ്. ഓക്കെ, തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്താണെന്ന് അറിഞ്ഞോടെ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ കേട്ടിട്ടില്ല. ഓപ്ഷൻസ് നോക്കാം. 1, ഇറ്റ് ഈസ് എ മിനിയേച്ചർ ഫിഷൻ റിയാക്ടർ. 2, യൂസ്ഡ് ഫോർ പവറിംഗ് ദ ഓൺബോർഡ് സിസ്റ്റം ഓഫ് സ്പേസ് ക്രാഫ്റ്റ്സ്. 3, ക്യാൻ യൂസ് പ്ലൂട്ടോണിയം 238 വിച്ച് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് വെപ്പൺസ് ഡെവലപ്മെൻറ്റ്. ഇതിലും ഈ സമയത്ത് കണ്ടോ ഇവിടെ ഓപ്ഷൻ 1 2 2 3 1 3 1 2 3 എന്ന സാധനം കണ്ടോ, ഇതിൽ നമുക്ക് ഒരു സാധനം ട്രിക്ക് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് ന്യൂക്ലിയർ തെർമൽ ഇതാണെന്ന് പറയുന്നത്. 2 രീതിയിലാണ് ചോദ്യം ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ന്യൂക്ലിയർ ഇതായിട്ട് വരുന്ന ഒരു സാധനത്തിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ മിനിയേച്ചർ ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റുമോ? അത് ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് 1 എന്ന് പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. 1 എന്ന് പറയുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, എയും പോയി, സിയും പോയി, ഡിയും പോയി. അവിടെ നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ വേറൊരു രീതി എന്ത് വെച്ചാൽ നിങ്ങൾ നോക്കുക, റേഡിയോ ഐസോട്ടോപ്പിക് തെർമോ ഇലക്ട്രിക് ജനറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഈ റേഡിയോ ന്യൂക്ലിയർ എന്ന് പറയുന്നില്ല. നമുക്ക് റേഡിയോ ഒന്ന് ഐസോട്ടോപ്പ് എന്ന് കാണുമ്പോൾ നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തതാണ് ന്യൂക്ലിയർ ആണെന്ന്. പക്ഷേ ഡയറക്റ്റ്ലി പറയുന്നില്ല, തെർമോ ഇലക്ട്രിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫിഷൻ റിയാക്ടർ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ ആയി മാറാനുള്ള ചാൻസ് ഉണ്ടോ? ന്യൂക്ലിയർ റിയാക്ടർ അല്ല ഈ സാധനം. ആക്ച്വലി ഇത് ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എനർജി ഡീകെ, അതായത് റേഡിയോ ആക്റ്റീവ് ഡീകെ ഉണ്ടാവും. ഈ കോൺസ്റ്റൻ്റ്ലി അതിൽ നിന്ന് എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്നതിൻ്റെ ചൂട് കൊണ്ട് ഈ സാധനം പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്, മെക്കാനിസമാണിത്. അതാണ് ഇതിൻ്റെ ആക്ച്വൽ എക്സ്പ്രഷൻ. പക്ഷെ നമുക്ക് അറിയില്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ രീതിയിലും ആലോചിച്ചുകൊണ്ട് തെർമോ ഇലക്ട്രിക്, അപ്പോൾ ചൂട് എന്തോ ആണ്, അപ്പോൾ ഇത് റിയാക്ടർ അല്ല എന്ന് ആലോചിച്ചുകൊണ്ട് 1 എലിമിനേറ്റ് ചെയ്യാം, ബാക്കി 2 ഓപ്ഷൻസ് ശരിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ഈ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ടും ഈ ഓപ്ഷൻസിൽ നിന്ന് ആൻസർ എടുക്കാൻ വേണ്ടി പറ്റും. അതേസമയം നിങ്ങൾ ഡയറക്റ്റ്ലി സ്പേസ് ക്രാഫ്റ്റിൽ വരുമോ, എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ ആയിട്ടുള്ള ഒരു സാധനം സ്പേസ് ക്രാഫ്റ്റിൽ കൊണ്ടുവെക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മൊത്തം അങ്ങ് തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് റിസ്ക് ആണ്, എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ആണ്. അടുത്ത ചോദ്യത്തിൽ പോകാം. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. ജയൻറ്റ് സ്റ്റാർ ലിവ്സ് മച്ച് ലോങ്ങർ ദാൻ ഡ്വാർഫ് സ്റ്റാർസ്. ഈ വലിയ സ്റ്റാറുകളാണ് മറ്റേതിനെ ഡ്വാർഫ് സ്റ്റാറിനേക്കാളും കൂടുതൽ ജീവിക്കുന്നതെന്ന് പറയുന്നത്. നമുക്കറിഞ്ഞൂടെ, നമ്മൾ പഠിച്ചിട്ടില്ല. സെക്കൻഡ് വായിച്ചു നോക്കുക. കമ്പയർഡ് ടു ഡ്വാർഫ് സ്റ്റാർ, ജയൻറ്റ് സ്റ്റാർസ് ഹാവ് എ ഗ്രേറ്റർ റേറ്റ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ. അപ്പോൾ ഡ്വാർഫ് സ്റ്റാറിനെക്കാളും ജയൻറ്റ് സ്റ്റാറിനാണ് കൂടുതൽ ന്യൂക്ലിയർ റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഇതിൽ ലോജിക്കലി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയാവത്തുള്ളൂ. കാരണം ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ജയൻറ്റ് സ്റ്റാറിനാണ് കൂടുതൽ ന്യൂക്ലിയർ റിയാക്ഷൻ ആവുന്നതെങ്കിൽ അത് പെട്ടെന്ന് റിയാക്ഷനായി തീർന്നു പോകത്തില്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും? ഇല്ലല്ലോ. അപ്പോൾ എന്താ, ജയൻറ്റ് സ്റ്റാർ ആണോ മച്ച് ലോങ്ങർ ലീവ് ചെയ്യുന്നത്? ഈ മറ്റേ ഡ്വാർഫ് സ്റ്റാർ ആയിരിക്കും. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ 2 ശരിയായതുകൊണ്ട് 1ാമത്തെ ഓപ്ഷൻ തെറ്റാണെന്നുള്ളത് പറയുന്നതാണ് എടുക്കേണ്ടത്. ഓക്കെ,
സോ ഇത്തരത്തിലുള്ള ലോജിക്കുകൾ ഇതിപ്പോൾ വീണ്ടും ഞാൻ ഈ സ്ട്രെസ് ചെയ്യാണ്, നിങ്ങൾ പ്രിപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സാധനം ഇല്ലാതെയും ലോജിക്ക് വെച്ച് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി, വായിക്കാൻ വേണ്ടി വിട്ടുപോയാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്സ് ഒക്കെയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോയി നോക്കാം. ഇൻ ഹൗ മെനി ഓഫ് ദി എബോ ആക്ടിവിറ്റീസ് ക്യാൻ ദ റഡാർ ബി യൂസ്ഡ്? ഒരു റഡാർ യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇതിൽ നിന്ന് ഇതാക്കാൻ വേണ്ടി പറ്റുന്നത്? ഒന്ന്, നാർക്കോട്ടിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാം ഓൺ പാസഞ്ചേഴ്സ് അറ്റ് എയർപോർട്ട് ഓർ ഇൻ എയർക്രാഫ്റ്റ്. രണ്ട്, മോണിറ്ററിംഗ് ഓഫ് precipitation. മൂന്ന്, ട്രാക്കിംഗ് ദ മൈഗ്രേഷൻ ഓഫ് ആനിമൽസ്. ഇതിൽ ആലോചിച്ച് ട്രാക്കിംഗ് ഓഫ് മൈഗ്രേഷൻ ഓഫ് ആനിമൽസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലേ? റഡാർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സിനിമയിലൊക്കെ കാണില്ലേ, സബ്മറീനൊക്കെ വരുമ്പോൾ ഇങ്ങനെ വട്ടത്തിലൊരു സാധനത്തിൽ ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്, ദൂരേക്ക് പോകുന്നുണ്ടെന്നൊക്കെ. അതാണ് റഡാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പറ്റും. ഈ precipitation എന്ന് വെച്ചാൽ മഴ പെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ, അതും നമുക്ക് ഈ റഡാർ സിസ്റ്റത്തിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. റഡാർ എന്ന് പറഞ്ഞ് സാറ്റലൈറ്റും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു സ്ക്രീനിൽ എല്ലാം കൂടി ഒരുമിച്ച് കാണുന്നതാണല്ലോ. എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കെ. നിങ്ങൾ എവിടെയെങ്കിലും എയർപോർട്ടിലോ അല്ലെങ്കിൽ വിമാനത്തിലോ റഡാർ യൂസ് ചെയ്തുകൊണ്ട് നാർക്കോട്ടിക്സ് ആയിട്ടുള്ള ഡ്രഗ് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടുപിടിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ഈ പറഞ്ഞ പോലെ സ്കാനറിലൂടെ കടത്തി വിടണം, അല്ലെങ്കിൽ പോലീസ് സ്വന്തം വന്ന് കുത്തി തുറന്ന് ചെരുപ്പ് ഇതൊക്കെ തുറന്ന് ബാഗൊക്കെ തുറന്ന് നോക്കണ്ടേ. അപ്പോൾ അവിടെ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇതും നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് എടുക്കേണ്ട ഒരു ഉത്തരമാണ്. അപ്പോൾ ഒന്ന് തെറ്റാണെന്ന് കാണുമ്പോൾ നമുക്ക് ഓൺലി 2 എന്നുള്ളൊരു ഓപ്ഷൻ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിൽ പോവാം. അടുത്തൊരു ചോദ്യം, ഈ പറഞ്ഞ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി എക്സോസ്റ്റ് പൈപ്പ് എമിഷൻ ഫ്രം ഫ്യൂവൽ സെൽ ഇലക്ട്രിക് വെഹിക്കിൾസ് പവേർഡ് ബൈ ഹൈഡ്രജൻ? ഹൈഡ്രജൻ ഒരു ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള സീറോ വേസ്റ്റ് ഫ്യൂവലാണ്. അത് വെച്ച് വണ്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല, പുകയൊന്നും വരില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വരുന്ന സാധനം ഏതാണ്? ഓപ്ഷൻ നോക്കട്ടെ. ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രോണിയം എന്താണെന്ന് അറിഞ്ഞൂടാ, ഓക്സിജൻ അല്ലെങ്കിൽ വാട്ടർ വേപ്പർ. ഇനി ഇതിൽ രണ്ടെന്ന് ഏതെങ്കിലും ഒക്കെ ആയിരിക്കും ആൻസർ ആകുക. ഒരു ബൈക്കുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, നിങ്ങൾ കാണും CO2വും O2, അതായത് ഓക്സിജൻ കൂടി വണ്ടിയിൽ നിന്ന് വരുന്നത് നോക്കിയിട്ടാണ് നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുക. സോ ഓക്സിജൻ സാധാ വണ്ടിയിൽ നിന്നും വരുന്നുണ്ട്. അതും ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ വെള്ളത്തിൻ്റെ ഇതിലൊക്കെ ഹൈഡ്രജൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതൊന്നും ഇതിൻ്റെ ആക്ച്വൽ ആൻസറോ ലോജിക്കോ ആയിരിക്കില്ല കേട്ടോ. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ എക്സാം സെൻറ്ററിൽ എക്സാം എഴുതിക്കുന്ന സമയത്ത് ഇത് വർക്ക് ആയാൽ മതി. സോ ഇതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? വാട്ടർ വേപ്പറാണ്. സോ വാട്ടർ വേപ്പറാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെംബ്രെയിൻ ബയോറിയാക്ടേഴ്സ് ആർ ഓഫൺ ഡിസ്കസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ്. ഇത് കണ്ടോ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ഡ്രഗ് ഡെലിവറി നാനോ ടെക്നോളജി, വാക്സിൻ പ്രൊഡക്ഷൻ ടെക്നോളജി, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി. ഇതിൽ ആദ്യത്തെ 3 ഓപ്ഷൻസ് നോക്കിയേ. മെംബ്രെയിൻ ബയോ റിയാക്ടർ എന്താണെന്ന് അറിയണ്ട, പക്ഷെ ആദ്യത്തെ 3 ഓപ്ഷൻ നോക്കിയേ എന്തോ ഹെൽത്ത് സെക്ടറായി റിലേറ്റഡ് ആയ ഓപ്ഷൻസാണ്. പക്ഷേ ലാസ്റ്റ് ഓപ്ഷൻ നോക്കി, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഒന്നും നോക്കണ്ട, കണ്ണും അടച്ച് നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ വേസ്റ്റ് വാട്ടർ ആണെന്ന് കുത്താം. മെമ്പർ ബയോ റിയാക്ടർ എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. സോ ഇത് കണ്ടോ, ഇതും ഒരു UPSC ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണത്. ഈ UPSCയുടെ പേപ്പറിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസിന് ഈ പറഞ്ഞ പോലത്തുള്ള എലിമിനേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് PYQs ആണ് ചെയ്ത് നോക്കേണ്ടതെന്ന് എപ്പോഴും സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, മോട്ടോർ വെഹിക്കിൾ കറൻസി സ്വാപ്പ്. ഇതിൽ ഈ 3 ഏതാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് നോക്കിയേ, മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്താ? ഒരു ട്രാൻസാക്ഷൻ നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു എപ്പോഴെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മളങ്ങ് എടുത്ത് കളഞ്ഞു നോക്കുക. 3 എന്ന് പറയുന്ന ഓപ്ഷൻ 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അങ്ങ് എടുത്ത് കളഞ്ഞു നോക്കുക. 2 എന്ന് പറയുന്ന 2 പോയി. 2 പോകുമ്പോൾ ഓൺലി 1 അല്ലെങ്കിൽ 1 and 3 എന്നുള്ള ഓപ്ഷനാണുള്ളത്. അപ്പോൾ 1 and 3 ആണ് കറക്റ്റ് ആൻസർ. കാരണം കറൻസി എന്നുള്ളത് നമ്മൾ കറൻസി സ്വാപ്പ് എന്നുണ്ട്, പിന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, രണ്ടും ഈ ഒരു ഫിനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം പോലെ തോന്നുന്നുണ്ട്. സോ അത് നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ 15 ക്വസ്റ്റ്യൻസിലൂടെ കടന്നുപോയി. ഇതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും 1 or 2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതെനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നിക്കാണ്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കൂടുതൽ PYQs ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ കുറച്ച് വീഡിയോസൊക്കെ കാണേണ്ടി വരും കേട്ടോ. എൻ്റെത് കാണണമെന്നല്ല, പലരുടെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്രയാണ് ഈ സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.
ഇത്രയും ലോങ് വീഡിയോ ആയതുകൊണ്ട് എത്ര ആൾക്കാർ ഇപ്പം വരെ കാണുന്നുണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, ആൻഡ് ഇതിന് വ്യൂസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, ഇതിന് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിതിട്ടെ. ഇനി ഇതിനൊരു പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ ഇതിന് പാർട്ട് 2 എടുക്കത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇത് കണ്ടു 20 മിനിറ്റ്സ് ഈ സാധനം മാത്രം, ഇൻട്രൊഡക്ഷൻ ഒരു 2 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്ര വലിയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ടാന്ന് വെച്ചാൽ എൻ്റെ കുറേ ടൈം പോകുന്നൊരു പരിപാടിയാണ്. എന്തായാലും എനിക്ക് ചെയ്യാൻ കാരണം തന്നെ കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പലർക്കും ഡൗട്ട്, സെൽഫ് ഡൗട്ട്, അതുപോലെ തന്നെ ആ സാധനം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സാധനം ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ്സ് എക്സാമ്പിൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒന്ന് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനൊക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതുപോലെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇനി ലേറ്റ് ആകുന്നില്ല, ലെറ്റ്സ് മീറ്റ് അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോസ്. I'm Vinayak, this is UPSC Vault, and I'm going to sign off. Go go and stay hydrated, always drink, and do not lose your hope. Keep on practicing, keep on studying, and do not have an aspiration without it. Everything else we can figure out. Take care.